റിയാദ്, സൗദി അറേബ്യയില് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലില് കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുറഹീമിന്റെ മോചനത്തിനായുള്ള ദയാധനം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറി. 34.35 കോടി രൂപയാണ് അബ്ദുറഹീം നിയമസഹായ സമിതി കൈമാറിയത്. പണം കൈമാറിയതോടെ 18 വർഷമായി സൗദി ജയിലില് കഴിയുന്ന റഹീമിന്റെ മോചനത്തിനായുള്ള നടപടികള് അവസാന ഘട്ടത്തിലേക്ക് കടന്നു. ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശപ്രകാരമാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടില് പണം നിക്ഷേപിച്ചത്. വൈകാതെ തന്നെ എംബസി കോടതിയുടെ പേരിലുള്ള സർട്ടിഫൈഡ് ചെക്ക് റിയാദ് ഗവർണറേറ്റിന് കൈമാറും. ചെക്ക് ലഭിച്ചാലുടന് അനുരഞ്ജന കരാറിൽ ഒപ്പുവയ്ക്കും. കൊല്ലപ്പെട്ട സൗദി പൗരന്റെ അനന്തരാവകാശികളോ കോടതി സാക്ഷ്യപ്പെടുത്തിയ പവർ ഓഫ് അറ്റോർണിയുള്ള അഭിഭാഷകനോ ഗവർണർക്ക് മുന്നില് ഹാജരാവും. ഒപ്പം അബ്ദുറഹീമിന്റെ അഭിഭാഷകനും ഗവർണറേറ്റിലെത്തി കരാറിൽ ഒപ്പുവയ്ക്കും. പിന്നീട് കരാറ് രേഖകള് കോടതിയില് സമർപ്പിക്കും. കോടതി രേഖകള് പരിശോധിച്ച് അന്തിമ നിർദ്ദേശങ്ങള് ഉണ്ടാവുമെന്ന് റിയാദിലെ അബ്ദുറഹീം നിയമസഹായ സമിതി അറിയിച്ചു. നടപടിക്രമങ്ങള് വേഗത്തിലാക്കാനുള്ള ശ്രമത്തിലാണ് നിയമസഹായ സമിതി. സൗദി പൗരന്റെ വീട്ടില് ജോലി ചെയ്തിരുന്ന അബ്ദുറഹീം അവിടുത്തെ രോഗിയായ കുട്ടിയുടെ കഴുത്തില് വച്ച് ജീവന രക്ഷാ ഉപകരണം കൈതട്ടി കുട്ടി മരിച്ചു. തുടർന്നാണ് സൗദി കോടതി അബ്ദുറഹീമിന് വധശിക്ഷ വിധിച്ചത്. കുട്ടിയുടെ കുടുംബം ദയാധനം നൽകിയാല് മാപ്പ് നൽകുമെന്ന് അറിയിച്ചതോടെയാണ് സുമനസ്സുകളില് നിന്നുള്ള പൊതുധന സമാഹരണത്തിലൂടെ ദയാധനമായ 34.5 കോടിയോളം രൂപ സ്വരൂപിച്ചത്. ഈ പണമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറിയത്.